ഏറ്റവും ആധുനികമായ 5 കാര്യങ്ങൾ പറയാനുണ്ട് കുട്ടികളുടെ പരീക്ഷയും പഠനവും സമ്പൂർണ്ണമായി വിജയിക്കാൻ. അതിൽ ഒന്നാമത്തെ സംഗതി എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഈ പഠിക്കുന്ന കുട്ടി SSLC ആണെങ്കിലും +2 ആണെങ്കിലും ഡെയിലി 1 മണിക്കൂർ 1.5 മണിക്കൂർ ഓടി കളിക്കണം എന്നാണ്. രണ്ടാമത്തെ പോയിന്റ് ചുരുങ്ങിയത് 7-8 മണിക്കൂർ ഉറങ്ങണം എന്നാണ്. പരീക്ഷന്റെ തലേന്നാൾ ഏകദേശം ഉറക്കൊഴിച്ചു, പിന്നെ സുബൈന്റെ ശേഷം ഉറക്കൊഴിച്ചു, എന്നിട്ട് കണ്ണും തിരുമ്പി പരീക്ഷയ്ക്ക് പോയി. ആ കുട്ടിക്ക് ലഭ്യമാകുന്ന മാർക്കിന്റെ ഇരട്ടിയെങ്കിലും രാത്രി ഏകദേശം ഫുള്ള് ഉറങ്ങിയ കുട്ടിക്ക് കിട്ടും. കാരണം എന്താണെന്നറിയാമോ? നേരത്തെ ഞാൻ പറഞ്ഞു, ഷോർട്ട് മെമ്മറിയിൽ നിന്ന് ലോങ് മെമ്മറിയിലേക്ക് ഓർമ്മയെ നീക്കാനുള്ള ഒരൈഡിയ ആവർത്തനം. പരീക്ഷക്കാലത്ത് പ്രത്യേകിച്ചും 7-8 മണിക്കൂർ കുട്ടികൾ ഉറങ്ങിയിരിക്കണം. മൂന്നാമത്തേത് നല്ല സ്വാത്വികമായ ഫുഡ് കൊടുക്കണം. സ്വാത്വികമായ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറിയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പാക്കുകളും പെട്ടികളും ഒക്കെ നിർത്തി ഒഴിവാക്കണം. പിന്നെ ബുദ്ധിയെയും ശരീരത്തിനെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഫുഡ് കൊടുക്കണം. ചെറുപയർ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അത് തന്നെ മുളപ്പിച്ചു കൊടുക്കുന്നതിന്റെ പ്രത്യേകത എപ്പോഴും ഈ സമൂഹം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തലേനാൾ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് ഊറ്റി വെക്കുക. രാവിലെ ആകുമ്പോഴേക്ക് ചെറിയ മുള പൊട്ടിയിട്ടുണ്ടാവും. എല്ലാ സംഗതികളും മുളച്ചാൽ കൂടുതൽ ഇരട്ടിക്കും 10 ഇരട്ടിക്കും അപ്പുറം അതിലുള്ള എല്ലാ പോഷകങ്ങളും വർദ്ധിക്കുന്നതാണ്. ഒന്നൊഴികെ ഉരുളക്കിഴങ്ങ് മാത്രം മുളപ്പിച്ചത് തിന്നരുത്. മുള പൊട്ടിയാൽ അത് വലിച്ചെറിയണം, അതൊരു വിഷമായി മാറുന്നതാണ്. ഉരുളക്കിഴങ്ങ് മാത്രം. വെള്ളം കുടിക്കൽ നിർബന്ധമായി നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ശരീരം നിലനിൽക്കാൻ ആവശ്യമായ ഊർജ്ജസ്വലത നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വെള്ളം. വെള്ളം ആവശ്യത്തിന് കുടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ വെള്ളവും ഫുഡും നല്ല രീതിയിലാവണം. നാലാമത്തെ ഒരു കാര്യം, പുതിയ കാലത്താണ് അതിന് കൂടുതൽ പ്രസക്തി, മൊബൈൽ അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ മാറ്റണം. ഉറങ്ങുന്ന സമയത്ത് പോലും മൊബൈൽ നോക്കി കഴിഞ്ഞാൽ പിന്നുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ മുമ്പ് ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിലേറെ ബ്ലൂ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും നമ്മുടെ തലന്റെ ഉള്ളിൽ. നമ്മൾ ഉറങ്ങും, കണ്ണക്കടക്കും, ചിലപ്പോൾ കൂർക്കം വലിയൊക്കെ തുടങ്ങും, പക്ഷെ തലച്ചോറ് ഉണർന്നിരിക്കും. മൂപ്പർക്ക് ഉറങ്ങാൻ കഴിയില്ല, അവിടെ ലൈറ്റ് കത്താണ്, ബ്ലൂ ലൈറ്റ്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ പഠിക്കുന്നിടത്ത് നടത്തുനിന്ന് മാറ്റണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, അവരെ ഇതിൽ നിന്ന് പതിയെ മാറ്റിയെടുക്കണം എന്നുള്ളത്. അഞ്ചാമതായി, ഏറ്റവും അവസാനമായിട്ട് ഡെയിലി 2-2.5 മണിക്കൂർ പഠിക്കണം. അത് ഏറ്റവും നല്ലത് പ്രഭാത സമയത്തായിരിക്കണം. അല്ലാതെ പിടിച്ചിരുത്തി കുത്തി പഠിപ്പിക്കുന്നു, കുറെ അങ്ങനെ വായ്ത്താരി ചെല്ലുന്നു, ഉമ്മാന്റെ മുന്നിൽ നിന്ന് പോകുന്നതോടുകൂടെ ഒക്കെ മറന്നു വന്നു. ഇതൊന്നും ആവർത്തിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത വിധം സ്കൂൾ വിട്ടു വന്നാൽ ഉടനെ അതേ ക്ലാസ്സൊക്കെ തന്നെ മാഷ് ട്യൂഷൻ സെന്ററിൽ നിന്ന് കൊടുക്കണം, ഏകദേശം 9 മണി വരെ. അപ്പൊ രണ്ടിടത്തുനിന്ന് കേട്ടുകുട്ടി, പിന്നെ അങ്ങനെ വന്ന് പിറ്റേന്ന് സ്കൂളിൽ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആവർത്തനമല്ല, നോട്ട്സ് തയ്യാറാക്കലില്ല, പിന്നെ എന്താണ് പറയാ, എഴുതി പഠിക്കലില്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേക്കാം. ഏറ്റവും നല്ലത് ശ്രദ്ധിച്ച് ഇത്തിരിയൊക്കെ ഒരു കഥയുള്ള ഉമ്മ ഉപ്പ എല്ലാം അറിയണമെന്നൊന്നുമില്ല. ഇവൻ പഠിക്കണത് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ വീട്ടിലിരുത്തി പഠിപ്പിക്കലാണ് ഒന്ന്. രണ്ടാമത്തെ ധാർമ്മിക വശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണ്ടേ. സ്കൂൾ വിട്ട് ഉടനെ ട്യൂഷന് പോകുന്ന കുട്ടി എപ്പോഴാണ് മഗ്‌രിബ് നിസ്കരിക്കുന്നത്? എത്ര ട്യൂഷൻ സെന്ററിലാണ് അതിന് സൗകര്യമുള്ളത്? ആൺകുട്ടികളൊക്കെ ചിലപ്പോൾ നല്ല ഇമാളുള്ള കുട്ടികളെ അടുത്ത പള്ളിയിലൊക്കെ പോയിട്ട് സാറ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ നിസ്കരിച്ചു വരുന്നുണ്ടോ? പല സാറന്മാർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പെൺകുട്ടികൾ എന്താ ചെയ്യണത്? അള്ളാഹുവാണ് നമുക്ക് ബുദ്ധി നൽകിയത്, അള്ളാഹുവാണ് ഓർമ്മശക്തി നൽകുന്നത്. ഒരൊറ്റ നിമിഷം വേണ്ട, അതിന്റെ ലക്ഷ്യത്തിലൊരംശം മതി നമ്മളെ തല ഫുള്ള് ബ്ലാങ്ക് ആവാൻ.